السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله. ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി തത്സമയം ലൈവിൽ ആളുകൾക്ക് കുറവാണെങ്കിലും കുറേ ആളുകൾ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. റബീഉൽ അവ്വൽ പ്രമാണിച്ച് ലൈവ് പ്രോഗ്രാമായി റസൂലിനെക്കുറിച്ച് അല്പം പറയുക, പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക, അതൊരു മധുരമാണ്, അതൊരാനന്ദമാണ്, മനസ്സിന് വലിയ കുളിർമ നൽകുന്ന സംഗതിയാണ്. പ്രവാചകനെക്കുറിച്ചല്ലാതെ ആരെക്കുറിച്ചുണ്ട് നമുക്ക് പറയാം? ഇന്ന് നമുക്ക് പറയാനുള്ളത് നുബുവത്തിൻ്റെ മുമ്പുള്ള പ്രവാചകൻ, ജനനം മുതൽ നുബുവത്ത് ലഭിക്കുന്നത് വരെയുള്ള നുബുവത്ത് ഉൾപ്പെടെയുള്ള ആ ജീവിതത്തിലെ 40 വർഷം മക്കയിൽ ജീവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് നമ്മുടെ ചർച്ച ഇന്ന്. അൽഹംദുലില്ലാഹ്, ഒരുപാട് വിശദീകരിക്കപ്പെടേണ്ടുന്ന, ഒരുപാട് ചർച്ചകൾക്ക് പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഈ ഒരു 40 വർഷ കാലഘട്ടത്തിൽ മക്കയുടെ പ്രാന്തപ്രദേശത്ത് കഅബയുടെ പരിസരത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ വായിച്ചെടുക്കേണ്ടത്, പഠിച്ചെടുക്കേണ്ടത്, അറിഞ്ഞെടുക്കേണ്ട വിഷയങ്ങളാണ്. ലോക ചരിത്രത്തിൽ ഇത്രമേൽ വ്യക്തതയോടുകൂടി ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു മനീഷിയും ഈ ലോകത്ത് കടന്നുപോയിട്ടില്ല. ഒരൊറ്റ വ്യക്തിയും ഇത്രമേൽ വ്യക്തമായ രീതിയിൽ ചരിത്രാവിഷ്കാരം നടത്തി ചരിത്രത്തെ ആലേഖനം ചെയ്യപ്പെട്ടാൽ ക്രമീകരിക്കപ്പെട്ട രീതിയിൽ പറയപ്പെട്ട ഒരു വ്യക്തി ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ല. അത്രമേൽ വ്യക്തതയോടുകൂടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കുറിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. ജന്നത്തിന് മുമ്പുള്ള, ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രവാചകനെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനനം എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് വേണം നമുക്ക് വീക്ഷിക്കാൻ. അത്തരത്തിലൊരു ജന്മം ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി വിശകലനം നടത്തേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം വളരെ ശ്രദ്ധേയമാണ്. വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നു. നമുക്കറിയാം, ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21-ാം തീയതി തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയത്ത് ഖുറൈശി തറവാട്ടിലെ അബ്ദുള്ളയുടെയും ആമിനയുടെയും സന്തതിയായി ഇബ്രാഹിമിയ പരമ്പരയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിൽ ലോകത്ത് ജനിക്കുകയാണ്. ഇതൊരു സാധാരണ ജന്മമായിരുന്നില്ല. നിരവധി അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജന്മമായിരുന്നു ആ ജന്മം. പ്രപഞ്ചമഖിലം ഈ ജന്മത്തെ അത്യാഹ്ലാദപൂർവം ആഘോഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷിക്കാനുതകുന്ന വിധം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നവർക്ക് ഇഷ്ടപ്പെടാനുതകും വിധമുള്ള
കുറേ സംഭവങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ജന്മവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഈ ഭൂമിയിൽ. പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ മനസ്സിനെ ഇടുങ്ങുന്ന വിധം ഞെട്ടലുളവാക്കുന്ന സംഭവങ്ങൾ പ്രമാണബന്ധിതമായി ഖുർആനിൻ്റെ പോലും വെളിച്ചത്തിൽ, ഹദീസിൻ്റെ പോലും വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന പല സംഗതികളും ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ സംഗതി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു ഹിക്കായത്തുണ്ട്, ഒരു ഉദ്ധരണി. وقال الخرائطي حدثنا عبد الله بن محمد البلوي حدثنا عمارة بن زيد حدثني عبد الله بن حدثني يحيى بن عروة عن أبيه أن نفرا من قريش منهم ورقة بن نوفل كانوا عند صنم من أصنام لهم يجتمعون إليه قد اتخذوا ذلك اليوم من كل سنة عيدا كانوا يعظمونه وينهرون له الجزور ثم يأكلون ويشربون الخمر ويعكفون എന്ന് തുടങ്ങി വിശദമായി അൽ ബിദായത്തു വൻ നിഹായയുടെ 2-ാം വാള്യത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. യഹ്യ ബിൻ ഉർവ തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യാണ്. വറഖത്ത് ബിൻ നൗഫൽ ഉൾപ്പെടുന്ന ഖുറൈശികളിൽപ്പെട്ട ഒരു പറ്റം ആളുകൾ ബിംബത്തിൻ്റെ സമീപം നിൽക്കുകയായിരുന്നു പ്രസ്തുത ദിവസം, ഈ പറയുന്ന ദിവസം. ആ ബിംബത്തിൻ്റെ പേരിൽ എല്ലാവരും വർഷം തോറും നടത്തി വരാറുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ അതിനടുത്ത് ഇരുന്ന് ഭക്ഷിച്ച്, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഭക്ഷിച്ച്, അതുപോലെ ഒട്ടകത്താറുത്ത് മാംസം വേവിച്ച് തിന്ന് ഭക്ഷിച്ച് മദ്യപിച്ച് ഒക്കെ മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു വേള. അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അവർ ഭജനമിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ ദിവസം രാത്രി അവർ ബിംബത്തിൻ്റെ പരിസരത്തേക്ക് ചെന്നപ്പോൾ ആ ബിംബം മുഖം കുത്തി മറിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ അവരുടെ ദേവന്മാരല്ലേ, അവർക്ക് നീരസമുണ്ടായി, വലിയ പ്രതിഷേധം, വിഷമൊക്കെ തോന്നിപ്പോയി. അങ്ങനെ അവർ അതിനെ എടുത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി സ്ഥാപിച്ചു. അത് ആ ഹൈക്കായത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട്. ഫറഔഹു മക്ബൂമൻ അലാ വജീഹി, അതിൻ്റെ മുഖം കുത്തി വീഴുന്നതായിട്ട് അവർ കണ്ടു. ഫഅൻകറൂ ദാലിക ഫഅഖദൂഹു ഫറദ്ദൂഹു ഇലാ ഹാലിഹി, അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഫലം ജൽബസ്, അത് സ്ഥിരപ്പെടുന്നില്ല, അത് സ്ഥിരമായി ശരിയായി നിൽക്കുന്നില്ല. അന്നഹും കലബൻ കിലാബൻ അനീഫൻ ഫഅഖദൂഹു ഫറദ്ദൂഹു ഇലാ ഹാലിഹി ഫൻകലബ സാലിസത. ഇത് നമ്മൾ ഫൻകലബൻ കിലാബ സലാസൻ ബഹുല ഇസ്തഖീം എന്ന് മങ്കൂസ് മൗദിലോ ഷറഫുൽ നമ്മൾ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വിഗ്രഹം തലകുത്തി മരണവും നേരാക്കി നിർത്തും, വീണ്ടും പറയും വീണ്ടും നേരാക്കും, വീണ്ടും പറയും വീണ്ടും നേരാക്കും. അങ്ങനെ അത് ശരിയാവാത്ത അവസ്ഥ. ഇവരാകെ ടെൻഷനായി, ബേജാറായി, വെപ്രാളപ്പെട്ടു. അങ്ങനെ ഉസ്മാൻ ബിൻ ഹുവൈരിസ് എന്ന് പറയുന്ന അദ്ദേഹം പറയുകയുണ്ടായി, മാ ലഹു ഖദ് അക്സറ തനക്കുസ ഇന്ന ഹാദാ ലി അംരിൻ ഖദ് ഹദസ വദാലിക ഫിൽ ലൈലത്തി ലത്തി ഉലിദ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് ഉസ്മാൻ ബിൻ ഹുവൈരിസ് പറയാണ്, ബിംബത്തിന് എന്ത് സംഭവിച്ചു? നിർത്തിവെക്കും തോറും കൂടുതൽ വഷളാകുന്ന രൂപത്തിലാണല്ലോ ഇത് കാണിക്കുന്നത്. നിശ്ചയം ഇത് സംഭവിക്കുന്നത് പുതിയ എന്തോ ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ ലോകത്തുണ്ടായിട്ടുണ്ട്. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതായിരുന്നു. വദാലിക ഫീ ലൈലത്തിൽ ലത്തി ഉലിദ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ബിദായത്തു വൻ നിഹായ. ഇനി അതേ ബിദായത്തു വൻ നിഹായയിൽ മറ്റൊരു ഭാഗത്ത് കാണാം, ലമ്മാ ഖാനത്ത് ലൈലത്തുൽ ലത്തി ഉലിദ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർതജസ ഈവാനു കിസ്റ ചക്രവർത്തിയുടെ കൊട്ടാരം വിറച്ചു. എന്നിട്ടോ സഖത്തത്ത് മിന്നു അർബഅശറത ശുറുഫത്തൻ, അതിൽ നിന്ന് 14 കഷ്ണങ്ങൾ അത് തെറിച്ചുപോയി. വഹമിദത്ത് നാറു ഫാരിസ, പേർഷ്യക്കാരുടെ തീ അണഞ്ഞുപോയി. എങ്ങനത്തെ തീയാണ്? വലം തഹ്മദ് ഖബല ദാലിക ബി അൽഫി ആം, 1000 വർഷത്തോളമായത് അണഞ്ഞു പോയിരുന്നില്ല. അത്തരത്തിലുള്ള അവരുടെ ആ തീ അണഞ്ഞു.
അതും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ ദിവസത്തിൽ, ആ രാത്രിയിൽ, ആ സമയത്തായിരുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാരഥന്മാരായ ആളുകൾ എഴുതി വെച്ച ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ഒരു അത്ഭുതമായിരുന്നു. ജനനം ഒരു പ്രപഞ്ചം ഒന്നടങ്കം ഇളകി മറിച്ചുകൊണ്ടുള്ളൊരു രംഗപ്രവേശനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം. ഇതൊക്കെ വ്യത്യസ്ത ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ, മഹാരഥന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ എഴുതി വെക്കപ്പെട്ട ഒട്ടനവധി സംഭവങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം ജനനം ഒരു അത്ഭുതമാണ്. ജനിക്കുമ്പോൾ തന്നെ ചില അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് റസൂലുള്ള കടന്നു വരുന്നത്. പിന്നെ റസൂലിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം, ഈ ജനിച്ചത് മുതൽ 40 വയസ്സ് വരെ വിശദമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ നമുക്ക് ദിവസങ്ങളോളം വേണ്ടി വരും. ഞാൻ ഈ വിഷയം തീരുമാനിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നേരത്തെ മനസ്സിലാക്കിയതിലൊക്കെ അപ്പുറം കുറേ സംഗതികൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറയാനും പഠിക്കാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അവസരമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സംഗതിയും, ജനനം, ശൈശവം, ബാല്യം, യൗവനം, അങ്ങനെ 40 വയസ്സിലെത്തുന്നത് വരെയുള്ളൊരു കഥ ഇൻഷാ അല്ലാഹ് എനിക്ക് ആഗ്രഹമുണ്ട്. റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ, അത് കൂടി 1 മണിക്കൂറിൽ പറയാൻ ഏതായാലും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടു കൂടി അറബികളുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ചെയ്യുന്നൊരു സംഗതിയുണ്ട്. കുട്ടികളെ മുലയൂട്ടാൻ വേണ്ടി മറ്റു ഉമ്മമാരെ ഏൽപ്പിക്കുക എന്നുള്ളത്. ആ മറ്റു ഉമ്മമാരെ ഏൽപ്പിക്കുന്ന ആ രീതി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മുലയൂട്ടിയവർ പലരുമുണ്ട്. അതിൽ ഹലീമത്തു സഅദിയ്യ ത്വായിഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടാൻ കൊണ്ടുപോയ കഥയുണ്ട്. ഹലീമ ബീവിയും ഏതാനും ഉമ്മമാരും കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് മക്കയിൽ വരുന്നതും, അങ്ങനെ ഈ കുട്ടിയെ കിട്ടുന്നതും, ബറക്കത്താക്കപ്പെട്ട മുബാറക്കായ ഈ കുഞ്ഞിനെ കിട്ടിയത് മുതൽ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റവും, തൻ്റെ കുടുംബാന്തരീക്ഷത്തിലും തൻ്റെ വിഭവ സമാഹരണങ്ങളിലൊക്കെ തന്നെയും വലിയ ബറക്കത്ത് ഉണ്ടാവുന്ന രംഗമൊക്കെ വിശദമായ ആ ഭാഗങ്ങളൊക്കെയും ഓരോന്നോരോന്ന് ഹിക്കായാത്തുകൾ വായിച്ച്, ഹദീസുകൾ വായിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്. മുലയൂട്ടാൻ കൊണ്ടുപോയി. ആ മുലയൂട്ടാൻ കൊണ്ടുപോയ ആ സന്ദർഭത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹൃദയശാസ്ത്രക്രിയ മലായിക്കത്തിനെ അയച്ചുകൊണ്ട് അള്ളാഹു നിർവഹിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം, ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ നേതാവിനെ, ഈ സയ്യിദ് ഉൽദി ആദം സന്തതികൾ മുഴുവൻ നേതാവിനെ, മാത്രമല്ല ഈ ലോകത്തെ ഒന്നടങ്കം നിയന്ത്രിക്കേണ്ടുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്ന ആ ലീഡറെ എല്ലാവിധ ഇൽമും ഹിക്മത്തും ഖുവ്വത്തും ഹിമ്മത്തും നൽകി നിയോഗിച്ച് അയക്കേണ്ടതുണ്ടല്ലോ. അതിനു വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തുന്നത്. ഇങ്ങനെ ഹൃദയശാസ്ത്രക്രിയ 4 സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഈ പറഞ്ഞ സന്ദർഭത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ആ പരിസരത്ത് ആടുമേക്കാൻ വേണ്ടി പോയപ്പോൾ ആ പരിസരത്ത് വച്ചാണ് മലായിക്കത്തുകൾ വന്നുകൊണ്ട്, 2 മലക്കുകൾ വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർത്തുകയും ഹൃദയം പുറത്തെടുക്കുകയും അത് കഴുകി വൃത്തിയാക്കുകയും അതിൽ ചെന്ന് പല വസ്തുക്കളെയും പുറത്തേക്ക് തള്ളുകയും എന്നിട്ടത് മൂടി ശരിപ്പെടുത്തുകയും ചെയ്യുന്നൊരവസ്ഥ പ്രവാചകൻ്റെ ജീവിതത്തിലെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. മുല കുടിക്കാൻ വേണ്ടി ഹലീമത്തു സഅദിയയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഹൃദയം പിളർത്തി ശുദ്ധമാക്കുന്ന ഒരു രംഗം. അതൊന്ന് ഹലീമ ബീവിൻ്റെ അവിടെ ജീവിക്കുമ്പോഴാണ്. മറ്റൊരു സമയമുണ്ടാകുന്നത് 10 വയസ്സുള്ളപ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോൾ മക്കാ മരുഭൂമിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഞ്ചരിക്കേ 2 മലക്കുകൾ വീണ്ടും ഹൃദയശസ്ത്രക്രിയ നടത്തി. പുറത്ത് കളയേണ്ടത് മുഴുവനും പുറത്തേക്ക് കൊണ്ടുവന്ന് ശുദ്ധമാക്കി ശുദ്ധീകരിച്ചു.
റസൂലിൻ്റെ മനസ്സിൽ എല്ലാ കൂവത്തും അള്ളാഹു ഇട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് മറ്റൊരു സംഭവം നടക്കുന്നത് 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിച്ചിരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് വഹി സ്വീകരിക്കാൻ. ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് റസൂല് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ പോയിരിക്കുന്ന രംഗത്ത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തെ ശാസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അവിടെയും അതിൽ വേണ്ടതൊക്കെയും അള്ളാഹു നിക്ഷേപിച്ചു. അങ്ങനെ 51-ാമത്തെ വയസ്സിൽ ഇസ്രാ മിഅ്റാജിന് ഇറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയശാസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. 4 തവണ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നേതാവിനെ, ലോകത്തിൻ്റെ മുഴുവനും നേതാവിനെ, മനുഷ്യ മക്കളുടെ മുഴുവനും നേതാവിനെ ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വിധിക്കപ്പെട്ട ഒരു നായകനെ എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു. ഹദീസിൽ പറയുന്നുണ്ടത്, ഞാൻ മക്കയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഫറജ സഖ്ഫ ബൈതി വഅന ബിമക്ക, ഞാൻ മക്കയിലായിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ തട്ടും പുറം തുറന്നു. ഫനസല ജിബ്രീലു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി. ഫഫറജ സ്വദരീ, എൻ്റെ നെഞ്ച് തുറന്നു. സുമ്മ ഗസലഹു മിമ്മാഇ സംസമ, സംസം വെള്ളത്തിനാൽ ആ ഹൃദയത്തെ കഴുകി. സുമ്മ ജാഅ ബതശത് മിൻ ദഹബിൻ മുംതലിഉൻ ഹിക്മതൻ വ ഈമാന, പിന്നെ ആ നെഞ്ചിൽ ജ്ഞാനവും ഈമാനും നിറച്ച ജാഅ ബതശത് മിൻ ദഹബിൻ മുംതലിഉൻ ഹിക്മതൻ വ ഈമാന, ഈമാനും ഹിക്മത്തും നിറച്ചതായ ഒരു തളികയെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ടോ സംസം വെള്ളം കൊണ്ട് കഴുകി ഈമാനും ഹിക്മത്തും നിറച്ചതായ ഒരു തളിക, ഒരു സ്വർണത്തിനാലുള്ള തളിക കൊണ്ടുവന്ന്, എന്നിട്ടോ ഫഅഫ്റഗഹാ ഫീ സ്വദ്രി, അതിലുള്ളതത്രയും എന്തൊക്കെയാണോ ആ തളികയിലുള്ളതെങ്കിൽ അത് മുഴുവനും തൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിച്ചു. ഇതൊരൊറ്റ ഹദീസേ ഞാൻ അവിടെ വായിച്ചിട്ടുള്ളൂ. ഇത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉള്ള ഹദീസാണ്. കിതാബു സ്വലാത്തിൽ കാണാം, അഥവാ ഇസ്രാ മിഅ്റാജൊക്കെ വിശദീകരിക്കുന്ന സ്ഥലത്ത്. ഈ പറഞ്ഞ 4 സംഗതികളെയും വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയശാസ്ത്രക്രിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തിയിട്ടുണ്ട്. അത് പ്രവാചകൻ്റെ ജീവിതത്തിലെ നുബുവത്തിൻ്റെയും മുമ്പ് നടന്ന, ഒന്നാമത്തേത് ഹലീമത്തു സഅദിയ്യ, രണ്ടാമത്തേത് 10 വയസ്സായപ്പോൾ, 10 വയസ്സൊക്കെ ആകുമ്പോൾ യതീമാണ്, വാപ്പ മരിച്ചിട്ടുണ്ട്, ഗർഭത്തിൽ തന്നെ ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ശാസ്ത്രക്രിയ, ഒരു യതീമായ കുട്ടി വളരുമ്പോൾ ആ കുട്ടിയുടെ കൽബിലിട്ട് കൊടുക്കേണ്ടതൊക്കെ അല്ലാഹ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 10 വയസ്സാകുമ്പോൾ സ്വന്തത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ഈമാനും തഖ്വയും ഒക്കെ അതിലിട്ട് കൊടുക്കുകയാണ്, വളർത്തിക്കൊണ്ടുവരികയാണ് പ്രവാചകൻ നേരത്തെ. അതും കഴിഞ്ഞ് പിന്നെ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗാർ ഹിറായിൽ ഇരിക്കുമ്പോൾ അവിടെയും ഒരു ശസ്ത്രക്രിയ നടത്തുകയാണ്. പിന്നെ ആർക്കും പ്രവേശനമില്ലാത്ത അണ്ടകടാഹങ്ങളെല്ലാം കടന്നുകൊണ്ടുള്ള തൻ്റെ യാത്ര, ആ യാത്രക്കിറങ്ങി തിരിച്ചിപ്പോൾ അവിടെയും പ്രവാചകന് ഒരു ശാസ്ത്രക്രിയ അല്ലാഹു നടത്തുകയാണ്. 4 എണ്ണം. അത് ചരിത്രത്തിലെ ഒരു സംഭവമാണ് പ്രവാചകൻ്റെ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നീട് തൻ്റെ ഉമ്മയുടെ മരണം, അങ്ങനെ അവിടെ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉമ്മയുടെ മരണം, അതൊരു വിഷയമാണ് റസൂലിൻ്റെ ജീവിതത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സ് ആയ സന്ദർഭത്തിൽ ഉമ്മ മകനെയും കൂട്ടി തൻ്റെ പിതാവിൻ്റെ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി പോയി. റസൂലിൻ്റെ പിതാവ് അബ്ദുള്ളയുടെ ഖബർ മദീനയിലാണ്. മദീനയുടെ പ്രാന്തപ്രദേശത്തുള്ള തൻ്റെ ഖബർ കാണാൻ
റസൂലിനെയും കൂട്ടി ആമിന ബീവി പോയി. അങ്ങനെ അവരുടെ ബന്ധുമിത്രാദികൾക്കിടയിൽ അഥവാ ബനി നജ്ജാർ ഗോത്രക്കാർക്കിടയിൽ റസൂല് 1 മാസത്തോളം അവിടെ താമസിച്ചു. ഈ കാലഘട്ടത്തിൽ അവിടെ നിന്ന് പല സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ ഈ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ കാണുന്നുണ്ട്, പ്രവാചകനെ 2 പുരുഷന്മാർ കാണുന്നു. യഹൂദികളിൽപ്പെട്ട ജൂതന്മാരായ 2 പുരുഷന്മാർ, മദീനത്തുള്ള ജൂതന്മാരായ 2 പുരുഷന്മാർ പ്രവാചകൻ അങ്ങനെ കാണുകയാണ്. ഫഖാല അഹദുഹുമാ ലിൽ ആഖർ, ഒരാൾ മറ്റാരോട് പറയാണ്, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഈ മനുഷ്യനുണ്ടല്ലോ ഈ ഉമ്മത്തിൻ്റെ പ്രവാചകനാണ്, ഈ കുട്ടി ഉമ്മത്തിൻ്റെ പ്രവാചകനാണ്. വഹാദിഹി ദാറു ഹിജ്റതുഹു, വഹാദിഹി ദാറു ഹിജ്റതിഹി, ഇത് അദ്ദേഹത്തിൻ്റെ ഹിജ്റയുടെ വീടാണ്, നാടാണ്. ഈ നാട് അദ്ദേഹത്തിന് ഹിജ്റ വരാനുള്ള നാടുമാണ്. വസയകൂനു ബിഹാ മിനൽ ഖത്ലി വസ്സബി അംറുൻ അളീം. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പിടിച്ച് വെക്കലുകളും യുദ്ധങ്ങളും സംഘട്ടനങ്ങളും ഒക്കെ ശേഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു സംസാരം 2 ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ബേജാറായി, പേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഇരിക്കാൻ പറയും, അവിടെ ഇരിക്കാൻ പറയുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഫലമ്മ ഇത് കേട്ടപ്പോൾ ആമിന ബീവിക്ക് ഭയമായി. അങ്ങനെ അവിടെ നിന്ന് മക്കയിലേക്ക് തന്നെ തിരിക്കാൻ തീരുമാനിച്ചു. മകനെയും കൂട്ടി ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ മക്കയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അബവാ വഴിയിലൂടെ വരുമ്പോൾ അവിടെ എത്തിയപ്പോൾ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് രോഗം പിടിപെട്ടു. അവിടെ മഹദി മരിച്ചു. അതൊക്കെ വലിയൊരു സംഭവമാണ്. ഉമ്മു ഐമൻ എന്ന് പറയുന്ന അടിമ സ്ത്രീ ആണ് കൂടെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വന്യമാതാവിനെ വേർപെടുന്ന രംഗം അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ആ വേർപാടിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. മരുഭൂമിയിൽ ആരോരുമില്ലാത്തൊരു സ്ഥലത്ത് അവർ രോഗിയായി കിടക്കുന്നു, അവിടുന്ന് മരിക്കുന്നു. ഉമ്മു ഐമൻ വിശദീകരിക്കുന്നുണ്ട്, ഉമ്മയുടെ മാറിൽ നിന്ന്, ആ മരണപ്പെട്ട മാതാവിൻ്റെ മാറിൽ നിന്ന് ആ കുട്ടിയെ ഞാൻ അടർത്തെടുത്ത രംഗം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മുഹൂർത്തമാണ്. വലിയൊരു സംഭവമായിരുന്നു അത്. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന കൊച്ചുകുട്ടി 6-ാമത്തെ വയസ്സ്, ആ കുട്ടിയെ പറിച്ചെടുക്കുകയാണ്. ആ രംഗം വലിയൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറിൽ നിന്ന് പിടിച്ചെടുത്ത് അവിടുന്ന് ഉമ്മു ഐമനും റസൂലും മക്കയിലേക്ക് വരുന്നു. ഉമ്മ അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ പിന്നെ മക്കയിൽ വരുന്നു, ജീവിക്കുന്നു. അങ്ങനെ ഷാമിലേക്കുള്ള 1-ാമത്തെ യാത്ര, അങ്ങനെ 2-ാമത്തെ യാത്ര, അങ്ങനെ ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിൻ്റെ കൂടെയൊക്കെ അബൂതാലിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, അബൂതാലിബിൻ്റെയൊക്കെ ശിക്ഷണത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടത്തിൻ്റെ സംഘത്തോടൊപ്പം യാത്ര തിരിക്കുന്ന കഥയാണ്. വിശദമായിട്ട് ആ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇടുങ്ങിയൊരു സമയമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഏതായാലും കച്ചവട സംഘത്തിൻ്റെ കൂടെ പോയി പ്രവാചകനൊരു ശ്രുതി ഉണ്ടായി, ഒരു പേര് പ്രശസ്തി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ അൽ അമീൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. അൽ അമീൻ എന്ന പേര്. സുഹൃത്തുക്കൾ, ഒരൊറ്റ മിനിറ്റ്, ഞാൻ ആരോ പുറത്ത് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. നേരം പോകും, ഞാൻ ക്ലാസ്സിൽ നേരം പോകും, ഞാൻ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചേരം കൂടി ഞാനൊരു വകുപ്പ് നിർത്തട്ടെ. അതെ, അല്ല ഒരു 10-15 മിനിറ്റ്. അല്ല പിന്നെ എത്ര ഒക്കെ വാങ്ങും? ഇതെന്താ വിഷയം? അതെ, അതല്ലേ. നിങ്ങൾ ഇയാളെ പ്രശ്നങ്ങൾ വന്ന് നേരെ ഞാൻ ഇത്
ആയിക്കോട്ടെ. ഇന്ന് പിന്നൊരുക്ക് വരും. ഞാൻ സ്ഥലത്ത് സംഭവം തരും. ഇപ്പം നടന്നുകൊണ്ട് നിൽക്കണം. ലൈവിൽ കുറേ ആളുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു മിനിറ്റാണ് പുറത്താരം വന്നിട്ട് വന്നിരിക്കണം. ചന്നേ മാറ്റി ഞാൻ വെരി സോറി. അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ആയിക്കോട്ടെ സാർ. എൻ്റെ നമ്പർ കൊടുക്കണം. നിങ്ങളെ നമ്പർ ഉണ്ടോ? എന്നായിക്കോട്ടെ സാർ. ചായ എടുക്കട്ടെ. ചായ എടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാലീഷ് ഒരു ആൾ വന്നതാണ് മാലീഷ് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അൽ അമീൻ എന്ന പേര് കച്ചവട യാത്ര ആ സംഘത്തിൽ യാത്ര പോയതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് അൽ അമീൻ എന്ന് പറയുന്ന പേര് പ്രശസ്തമാവുകയാണ്. നേരത്തെ ഉത്കൃഷ്ടനായി സത്യസന്ധനായി എളിമത്വത്തിൻ്റെ വിനയത്തിൻ്റെ താഴ്മയുടെ ആൾരൂപമായി ഇവിടെ മക്ക പാന്തർപ്രദേശത്ത് വളർന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ആ റസൂലിന് കച്ചവട സംഘത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പോയി തിരിച്ചു വന്നപ്പോൾ കച്ചവടത്തിൻ്റെ അഭിവൃദ്ധിയും സത്യസന്ധതയും ഉത്കൃഷ്ടതയും അതുപോലെ മാന്യതയുമൊക്കെ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീൻ സത്യസന്ധൻ എന്ന് പറയുന്ന വിശ്വസ്തൻ എന്ന് പറയുന്ന വിശ്വസ്തതയുടെ ആൾരൂപമായിട്ട് വളർന്നു മക്കയിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതും ഷാമിലേക്ക് യാത്ര പോകുന്നു. ഷാമിലേക്കുള്ള കച്ചവട യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയൊക്കെ കച്ചവടത്തിൻ്റെ ആളായി അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള യാത്ര. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചില രംഗങ്ങൾ കടന്നു വരികയാണ്. നമുക്കറിയാം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം. മക്കയിലെ ഖുവൈലിദിൻ്റെ മകളായ ധനാഢ്യയായ കച്ചവടക്കാരിയായ ആഢ്യത്വമുള്ള പെണ്ണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളൊരു വിവാഹം നടക്കുമോ എന്ന് മക്കയിലുള്ള ഒരാളും ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു കാലത്താണ് സത്യത്തിൽ ആ ഒരു വിവാഹം നടക്കുന്നത്. ഖദീജ ബീവിയെ കളിയാക്കിയവരുണ്ട്. ഒന്നുമില്ലാത്ത യതീമായ ആരോരുമില്ലാത്ത മുഹമ്മദിനെയാണോ കല്യാണം വരിക്കുന്നത്? അങ്ങനെ മുഹമ്മദ് നബി സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആളാണ്, ദരിദ്രനാണ്, ഇല്ലായ്മയുടെ ആളാണ്, വല്ലായ്മയുടെ ആളാണ്, കഷ്ടതയിൽ ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ പ്രലോഭിപ്പിക്കുന്ന പല രംഗങ്ങളും മക്കയിലെ ഖുറൈശികൾക്കിടയിൽ നിന്ന് പോലും ഖദീജ ബീവിക്ക് നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും സത്യസന്ധത മനസ്സിലാക്കിയ, വിശ്വസ്തതയെ ഉൾക്കൊണ്ട മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഒന്നാമത്തെ ഭർത്താവ് മരിക്കുകയും രണ്ടാമത്തതും 2 കല്യാണത്തിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നത്. റസൂലിൻ്റെ പ്രായം 25 വയസ്സാണ്. ഖദീജ ബീബി 40-ാമത്തെ വയസ്സാണ്. 40 വയസ്സുള്ള ഒരാളെയാണ് 25 വയസ്സുള്ള ഒരാൾ സ്വീകരിക്കുന്നത്. ഇവിടെ അത് അറബികളുടെ ഒരു പരമ്പരാഗതമായ അറബികൾക്കിടയിലുള്ള, ഇന്നും അവർക്ക് അതൊരു വിഷയമല്ലാത്ത വിധം അങ്ങനെയാണ്. അഥവാ പ്രായത്തിൻ്റെ ആ വ്യത്യസ്തത വലിയൊരു വിഷയമായി അവർ കാണാറില്ല. അത് അറബികളുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നു.
അങ്ങനെ സൽക്കാരത്തിന് വിളിച്ചിട്ട് ഖുറൈശികളോട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് മുഹമ്മദ് ഫക്കീറാണ്, മുഹമ്മദ് ഒന്നുമില്ലാത്തവനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ മുഹമ്മദിന് കൊടുത്തു, എൻ്റെ സമ്പത്ത് മുഴുവനും ഇന്ന് മുതൽ മുഹമ്മദിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ ആരാണ് മുതലാളി? ഇപ്പോൾ മുഹമ്മദാണ് മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പരിഗണിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു മഹതി, ഒരു സഹധർമ്മിണി, പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഒട്ടനവധി മാതൃകകൾ പഠിക്കേണ്ടതുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും ജീവിതത്തിൽ നിന്ന്. വല്ലാത്ത സ്നേഹമായിരുന്നു, അദമ്യമായ പ്രേമമായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യൻ പ്രേമിക്കേണ്ടത്. ആ പ്രേമം അതിൻ്റെ പ്രേമത്തിൻ്റെ അർത്ഥതലങ്ങളെ അറിയണമെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഭാര്യയെ നന്നായിട്ട് ഇഷ്ടപ്പെടണം, ഭർത്താവിനെ ഭാര്യ നന്നായിട്ട് ഇഷ്ടപ്പെടണം. ഈ സ്നേഹോഷ്മളമായ ജീവിതം, ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുന്നത് അത് കുടുംബജീവിതത്തിൻ്റെ ചർച്ചകൾ നടക്കുമ്പോൾ, സംസാരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഇൻഷാ അല്ലാഹ് അത്തരം ചർച്ചകളൊക്കെയും ഇനി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇസ്ലാമിക് സൈക്കോളജിയുടെ ഒരു എളിയ സേവകൻ എന്ന നിലക്ക്, ഇസ്ലാമിക് സൈക്കോളജി ഫീൽഡിൽ ഉള്ള ഒരാളെന്നുള്ള നിലക്ക്, ഇസ്ലാമിക് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഫീൽഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ, പാരൻറ്റിങ്ങിൻ്റെ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മേഖലകളെ നമ്മൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് സമൂഹത്തിൽ. ഇൻഷാ അല്ലാഹ് എളിയ സമയങ്ങളെ ഉപയോഗപ്പെടുത്തി അത്തരം അവസ്ഥയിൽ കൂടി ഇറങ്ങിത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ കൂടുതൽ അറിയാനും പഠിക്കാനും പഠിപ്പിക്കാനുമൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഭാര്യാഭർത്തൃബന്ധം ഊഷ്മളമായിരിക്കണം. ഖദീജ ബീവിയിൽ നിന്നും ആയിഷ ബീവിയിൽ നിന്നും പഠിക്കണം. അത് സഹധർമ്മിണിമാർ എങ്ങനെയാണ് റസൂലിനെ കണ്ടത്, എങ്ങനെയാണ് സ്നേഹിച്ചത്, എല്ലതും ഭർത്താവിന് വേണ്ടി സമർപ്പിച്ചു. സമ്പത്ത് മുഴുവനും മക്കയിൽ ഇസ്സത്തോടെ പിടിച്ചു നിൽക്കാൻ പ്രവാചകന് താങ്ങായത്, തണലായത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഖദീജ ബീവിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ രണ്ട് പെണ്ണുണ്ടെങ്കിൽ ഒരു ഭാര്യയെക്കുറിച്ച് മറ്റേ ഭാര്യയോട് പറയാൻ പറ്റുമോ? കൂടുതൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആയിഷ ബീവി പറയും, നിങ്ങൾക്ക് ആ ഒരു കിളവിയെക്കുറിച്ചല്ലാതെ പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. വല്ലാത്ത പ്രേമമായിരുന്നു. ആ സമയത്ത് റസൂൽ മുഖം ചുവന്നിട്ട് ആയിഷയോട് പറഞ്ഞിട്ടുണ്ട്, ആയിഷ അതുമാത്രം നീ പറയരുത്. എന്നെ ഞാനാക്കിയത്, എനിക്ക് സാന്ത്വനം നൽകിയത്, എനിക്ക് ഇല്ലാത്തപ്പോൾ ഉമ്മയായത്, ഇല്ലാത്തപ്പോൾ വാപ്പയായത്, കുടുംബങ്ങളില്ലാത്തപ്പോൾ എനിക്കെല്ലാ കുടുംബവുമായത്, എൻ്റെ എല്ലത്തും എല്ലാ നിലക്കുമുള്ള എനിക്ക് താങ്ങായ തണലായ ഖദീജ ബീവിയെ ഒരിക്കലും ആക്ഷേപിക്കുന്ന വർത്തമാനം പറയരുതെന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ശകാരിച്ച രംഗം പോലുമുണ്ട്, ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നു. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ 40 വയസ്സുള്ള മധ്യവയസ്കതയിലേക്ക് കടക്കുന്ന ഒരു ഉമ്മയെ വിവാഹം കഴിക്കുന്നു. ആ ജീവിതം സ്നേഹോഷ്മളമാകുന്നു. അങ്ങനെ പ്രവാചകൻ്റെ 25 കഴിഞ്ഞു, 25ഉം 30ഉമൊക്കെ അങ്ങനെ കടന്നു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ മക്കയിൽ ജീവിക്കുന്ന ഒരു മുഹമ്മദുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാട്ടിലെ മാന്യനായി കഴിയുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാട്ടിലെ മധ്യസ്ഥത വഹിക്കുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാട്ടിലെ സമൂഹത്തിൽ ഇടപെടുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമൂഹത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവായി ഉയർന്നു വരുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ വിശ്വസ്തനായ സത്യസന്ധനായ അൽ അമീൻ എന്ന പദവിയിലേക്ക് ഉയർന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ
35 വയസ്സാകുന്ന സന്ദർഭത്തിൽ. അതിനിടയിലൊക്കെ നടന്ന കൊച്ചു വലിയ ചെറിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് മറ്റൊരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു. ജനനം മുതൽ നുബുവത്ത് വരെയുള്ള മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇപ്പോൾ ഈ പറയുന്നതിലൊക്കെ ഉപരി വിശദമായ രീതിയിലുള്ള ഒരു സ്ഥിരീകരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും പറയാനും പഠിപ്പിക്കാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഖദീജയുടെ വിവാഹം കഴിഞ്ഞ് പിന്നെയും അങ്ങനെ 30-35 വയസ്സാവുന്ന സന്ദർഭത്തിൽ കഅബ പുതുക്കി പണിയുന്നൊരു സാഹചര്യം ഉണ്ടായി. കഅബ പുതുക്കി പണിയുന്നൊരു സാഹചര്യം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. കഅബയുടെ നിർമ്മാണത്തിൻ്റെ കഥ പറഞ്ഞാൽ ബനാഹു അവ്വലൻ മലായികത്തുല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ ആദ്യമായിട്ട് കഅബയെ പണിതത് മലക്കുകളാണ്, അള്ളാഹിൻ്റെ മലക്കുകളാണ്. പിന്നെ 7-ാം ആകാശത്ത് ബൈത്തുൽ മഅമൂർ ഉള്ളതുപോലെ ഭൂമിയിൽ കഅബത്തുൽ മുശറഫ കഅബയാണ് ഭൂമിയിലുള്ളത്. ഈ ഭൂമിയിലുള്ള കഅബയെ അതേ സ്ഥാനം 7-ാം ആകാശത്തേക്ക് പോയാൽ അവിടെ ബൈത്തുൽ മഅമൂറുണ്ട്. അതിനോട് നേർക്ക് നേരെ ഭൂമിയിൽ ഒരു വീട് നിർമ്മിക്കാൻ അള്ളാഹു തീരുമാനിക്കുന്നു. ആദ്യമായിട്ടത് മലക്കുകൾ നിർമ്മിക്കുന്നു. മലക്കുകളാണ് അതിനെ ആദ്യമായി നിർമ്മിച്ചത്. പിന്നീട് അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയെ പണിതു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയെ വലയം ചെയ്തു, തവാഫ് ചെയ്തു. ആദം നബിയോട് പറയുന്നുണ്ട്, വഖീല ലഹു അൻത അവ്വലുന്നാസി വഹാദാ അവ്വലുൽ ബൈത്ത്, അൻത അവ്വലുന്നാസ് വഹാദാ അവ്വലുൽ ബൈത്തി, നീ ജനങ്ങളിൽ ആദ്യത്തവനാണ്, മനുഷ്യരിൽ ആദ്യത്തവനാണ്. വീടുകളിൽ വെച്ച്, ഭവനങ്ങളിൽ വെച്ച്, ദേവാലയങ്ങളിൽ വെച്ച്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വെച്ച് ആദ്യത്തത് കഅബയാണ്. സുമ്മ താഫ ബിഹിൽ അംബിയാഉ ബഅദ, മറ്റു അമ്പിയാക്കളൊക്കെയും ആ കഅബയെ തവാഫ് ചെയ്തു. അങ്ങനെ പിന്നെ കാലക്രമേണ കഅബ പണിത കഥകളൊക്കെയും വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് കഅബ പണിതു. കഅബ നമുക്കറിയാം ഈ ഭൂമിയിലെ ആദ്യത്തെ അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വേണ്ടി നിർണയിച്ച വീടാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട ആദ്യത്തെ വീട്, ലല്ലദീ ബിബക്കത ഹദമ മക്കയിൽ, മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, ബർക്കത്താക്കപ്പെട്ട നിലക്ക്, ലോകർക്ക് മുഴുവനും സന്മാർഗമാവുന്ന നിലക്ക്. ആ കഅബ പണിതത് ആദ്യം മലക്കുകൾ, പിന്നെ ആദം നബി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാലക്രമേണ പലരും തൊട്ട് തലോടിയെങ്കിലും പ്രധാന പുനർനിർമ്മാണം നടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയുന്നു. ഇസ്മായിലും ഇബ്രാഹിമും കൂടി അലൈഹി വസ്സലാത്തു വസ്സലാം കഅബ പണിയുന്നു. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയെ പണിത ഉയർത്തിയ സന്ദർഭം മിനൽ ബൈത്തി, കഅബ വീടിൽ നിന്ന്, ഇസ്മായിലും ഇബ്രാഹീമും കൂടി കഅബയുടെ കെട്ടിടം നിർമ്മിച്ച് ഉയർത്തിയ സന്ദർഭം. അവർ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ. കഅബാലയത്തിൻ്റെ പരിസരത്ത് വെച്ച, കഅബൻ്റെ ഉമ്മറത്ത് വെച്ച കഅബ പണിത് അന്നത്തെ 9 മീറ്റർ ഉയരത്തിൽ, 9 മുഴം ഉയരത്തിലാണ് അതിനെ പൊക്കിയത്. ഇന്നിപ്പോൾ ആ കഅബയുടെ ഉയരം 15 മീറ്റർ ഉയരത്തിലാണ്. 15 മീറ്റർ ഉയരമുള്ള, 12 മീറ്റർ നീളമുള്ള, 10 മീറ്റർ വീതിയുള്ള ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് വിശുദ്ധ കഅബാലയം എന്ന് പറയുന്നത്. അതിന് റുക്നുൽ യമാൻ, റുക്നുൽ ഷാമി, റുക്നുൽ ഇറാഖി, റുക്നുൽ ഹജറുൽ അസ്വദ്,
അതുപോലെ ബാബുൽ കഅബ, മീസാബ്, ഹജറുൽ അസ്വദ്, അതുപോലെ ഹത്തീം, ഇജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന കെട്ട്, തൊട്ടപ്പുറത്തുള്ള മക്കാം ഇബ്രാഹിം, ഇങ്ങനെ ഉൾപ്പെടുന്ന ഈ കഅബാലയം, ഈ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ റസൂലിൻ്റെ കാലത്ത് കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്നു. അതിനു മുമ്പുള്ള വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ട് ഞാനത് വിശദീകരിക്കാത്തത് സമയദൈർഘ്യത്തെ ഭയന്നുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വേളയിൽ. കഅബയുടെ പണി ഇങ്ങനെ നടക്കുന്നു. ഹജറുൽ അസ്വദ് എത്തേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ, അത് വെക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് 35 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായ, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള, നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവനായ, എല്ലാവരും അംഗീകരിക്കുന്ന ഉത്കൃഷ്ട സ്വഭാവമുള്ള, സൽ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളുള്ള, കൊച്ചു കുട്ടികളിലും യുവപ്രായക്കാരിലും ഉണ്ടാവുന്ന യാതൊരു തരത്തിലുള്ള ചാബല്യങ്ങളും കടന്നുകൂടാത്ത നല്ല പേഴ്സണാലിറ്റിയുള്ള, നമ്മുടെ സമൂഹത്തിലൊക്കെ ചില ആളുകൾ, നാട്ടിൽ നമ്മളിങ്ങനെ ഇരുന്നാലോചിച്ചാൽ ചില വ്യക്തിത്വങ്ങൾ, അവരുടെ എല്ലാ നിലക്കുമുള്ള സ്വഭാവങ്ങൾ എടുത്തു നോക്കിയാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വഭാവത്തോട് താരതമ്യതയുണ്ടാകും. സൽ സ്വഭാവിയാവുക എന്നതൊരു സൽ സ്വഭാവിയുടെ അടയാളങ്ങൾ, സ്വഭാവങ്ങൾ 175ഓളം സ്വഭാവങ്ങൾ സൽ സ്വഭാവത്തിൻ്റെ അടയാളങ്ങളായി ഹദീസുകളിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 200ഓളം സ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങളുടെ കൂട്ടത്തിലും എണ്ണിയിട്ടുണ്ട്. ഇതിലെ 175 സ്വഭാവവും നമ്മൾ സംശീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് വിശദീകരിക്കാണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്കൊക്കെ മാതൃകയാക്കേണ്ടുന്ന ഒട്ടനവധി പാഠങ്ങളുണ്ട്. അള്ളാഹു പ്രവാചകൻ പഠിപ്പിച്ച സ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉള്ളപ്പോൾ കഅബ പുനർനിർമ്മാണം നടത്തുന്നു. മാത്രമല്ല, അവർ ഹജറുൽ അസ്വദ് വെക്കാൻ വേണ്ടിയുള്ള ചർച്ച കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ വലമ്മ അറാദു വദഅൽ ഹജറ അൽ അസ്വദ മൗളിയഹു ഇഖ്തലഫു ഫീ മൻ യളഉഹു. ആരാണ് ഈ കഅബാലയത്തിൽ ഹജറുൽ അസ്വദിനെ പുനഃസ്ഥാപിക്കുക എന്ന ചർച്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. മാത്രമല്ല, യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. വലിയ ബഹളം കൂടി നിൽക്കുകയാണ്. ഖുറൈശികളൊക്കെ കൂടി പല വ്യത്യസ്ത കബീലക്കാരൊക്കെയുണ്ട്. കഅബ പുനർനിർമ്മാണത്തിലാണ്. കഅബയുടെ പുനർനിർമ്മാണത്തിന് ഒരു സ്വഭാവം അന്ന് മുതലേ പരമ്പരാഗതമായിട്ടുണ്ട്. ഒരു തലത്തിലുള്ള പലിശക്ക് വാങ്ങിയ കാശോ, അതല്ലെങ്കിൽ തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന കാശോ, അതല്ലെങ്കിൽ അതിക്രമിച്ച് കൈമുതലാക്കിയ സമ്പത്തോ, അത്തരത്തിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ സമ്പത്ത് കൊണ്ടാണ് കഅബയുടെ പുനർനിർമ്മാണം എക്കാലത്തും നടത്തിയത്. ഇവിടെയും ഖുറൈശികൾ അവർ ഇസ്ലാം ദീനും സജീവമായ അവസ്ഥകളും തൗഹീദും ഒന്നും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്, നുബുവത്ത് റസൂലിന് കിട്ടുന്നതിന് മുമ്പുള്ള ആ സാഹചര്യത്തിൽ പോലും കഅബാലയം പുനർനിർമ്മാണം നടക്കുമ്പോൾ ശുദ്ധമായ ക്യാഷ് കൊണ്ട്, ശുദ്ധമായ സമ്പത്ത് കൊണ്ട് അത് കൈകാര്യം ചെയ്യണമെന്നും ഒന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് കഅബ പണിതുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കല്ല് വെക്കാൻ സമയത്ത്, ഹജറുൽ അസ്വദ് വെക്കുന്ന സമയത്ത് ചർച്ചയായി, ബഹളമായി ആര് വെക്കണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴതാ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള വയസ്സനായ ഒരു മനുഷ്യൻ അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു മഖ്സൂം എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആരാണോ ബാബു ബനി ഷൈബ എന്ന് അന്ന് പറയുന്ന, ഇന്ന് ബാബുസ്സലാം എന്ന് പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഇങ്ങോട്ട് കീഴ്പോട്ട് വരുന്ന വഴി, സഫ മറുവക്കിടയിലൂടെ ക്രോസ് ചെയ്ത് കീഴ്പോട്ട് പോകുന്ന വഴി, ആ വഴിയാണ് ബാബുസ്സലാം. ആ ബാബുസ്സലാമിലൂടെ ആരാണോ ഇനി ആദ്യമായിട്ട് ഈ കഅബാലയത്തിൻ്റെ പരിസരത്തെ കടന്നു വരുന്നതെങ്കിൽ അദ്ദേഹമായിരിക്കട്ടെ അത് വെക്കേണ്ടത് എന്ന് നോക്കിയ ഒരു നിയോഗമെന്നോണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്ന് പറയുന്ന മനുഷ്യനോട് അള്ളാഹ് തോന്നിപ്പിക്കുകയാണ്, പറയിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ കാരണഭൂതരായ കഅബാലയം അവിടെ വരാൻ നിശ്ചയിക്കപ്പെട്ട
അതിനൊക്കെയും കാരണക്കാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യിപ്പിക്കുന്ന ചില ക്രമീകരണങ്ങൾ, ചില ക്രമപ്പെടുത്തലുകൾ നോക്കൂ. എന്നിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായിട്ട് അങ്ങോട്ട് കടന്നു വന്നത്. ആദ്യമായിട്ട് അങ്ങോട്ട് കടന്നു വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. പ്രവാചകൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു, ഫഖാലു ഹാദൽ അമീനു റളീന ഹാദാ മുഹമ്മദ്, ഹാദൽ അമീനു റളീന ഹാദാ മുഹമ്മദ്. ഓ, നമുക്കതിൽ തൃപ്തിയായി. അൽ അമീനാണല്ലോ കടന്നു വന്നത്, മുഹമ്മദാണല്ലോ വന്നത് എന്ന അർത്ഥത്തിൽ അവരൊക്കെ വലിയ സന്തോഷത്തിൽ അത് ഏറ്റെടുത്തു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിധി പറയാൻ തീരുമാനിച്ചു. അൽ അമീനായ, ഉത്കൃഷ്ടനായ, ഒരു പ്രശ്നം കലുഷിതമായ സന്ദർഭത്തിൽ അവിടെ മധ്യസ്ഥത വഹിക്കാനുള്ള റോള് തൻ്റെ ജീവിതയാത്രയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് റസൂലിന് നേരിടേണ്ടി വരികയാണ്. അവിടെയുള്ള സർവ്വ കബീലകളും തമ്മിൽ തിക്കും തിരക്കും ബഹളവും കൂടി നിൽക്കുന്ന സന്ദർഭം. ആരാണ് ഈ ഹജറുൽ അസ്വദ് ഇവിടെ വെക്കേണ്ടത് എന്ന കാര്യത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്, ഗൗരവമേറിയ ചർച്ച നടക്കുകയാണ്. യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോഴാണ് റസൂൽ ഇങ്ങോട്ട് കടന്നു വരുന്നത്. റസൂൽ വന്നപ്പോൾ ചർച്ച അവസാനിക്കുന്നു. ഓ, അൽ അമീൻ വന്നു, അദ്ദേഹമാണ് ഇത് വെക്കേണ്ടത്. എന്നാൽ മധ്യസ്ഥത റോള് കിട്ടിയപ്പോൾ അവിടെ ഷൈൻ ചെയ്യാൻ, അവിടെ അങ്ങോട്ട് ആളാവാൻ, അവിടെ അങ്ങോട്ട് അതിക്രമിച്ച് കയറി ഇടിച്ച് നിരത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായില്ല. അവിടെ ഏറ്റവും വലിയ പക്വമതിയായ ഒരു മധ്യസ്ഥനാകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ള പറഞ്ഞു, കല്ലിനെ തൻ്റെ വിരിപ്പിൽ, തൻ്റെ വസ്ത്രത്തിൽ വെക്കുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, സുമ്മഖാൽ ലിതഖുദ കുല്ലു ഖബീലത്തിൻ ബിനാഹിയത്തിൻ മിന സവാബ് ثم رفعوه جميعا فلما رفعوه وضعه بيده الشريف مكانه فانحلت هذه المشكلة ووضع الحجر الشريف بيد خاتم النبيين صلى الله عليه وسلم. അങ്ങനെ ഈ വസ്ത്രത്തിൽ ഹജറുൽ അസ്വദിനെ വെച്ചു. എന്നിട്ട് എല്ലാ ഭാഗത്തും അവിടെയുള്ള ഗോത്രത്തലവന്മാരോടൊക്കെയും അതിൽ കൈവെക്കാൻ പറഞ്ഞു, പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹജറുൽ അസ്വദിനെ അതിൽ ഉയർത്തി അത് വെക്കേണ്ടുന്ന സ്ഥാനത്തേക്ക് കൊണ്ടെത്തിയപ്പോൾ ഖാത്തമുൻ നബിയീനായ റഹ്മത്തുല്ലിൽ ആലമീനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളെ കൊണ്ട് ആ കല്ല് അവിടെ അങ്ങോട്ട് എടുത്തു വെച്ചു. അങ്ങനെ അവിടെ ആ ഉണ്ടായ പ്രശ്നം, ആ കലുഷിതമായ അന്തരീക്ഷം പരിസമാപ്തി കുറിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മധ്യസ്ഥത വഹിച്ചു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, എല്ലാവരുടെയും നേതാവായി. മുഹമ്മദാണ് വെക്കട്ടെ എന്ന് പറഞ്ഞ മൂപ്പര് റസൂലുള്ള സ്വന്തം കൊണ്ടുപോയി വെച്ചില്ല, എല്ലാവരെയും പരിഗണിച്ചു. ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ കബീലയുടെ, ഗോത്രത്തിൻ്റെ, തറവാട്ട് മഹിമയുടെ പേര് പറഞ്ഞിട്ടൊക്കെ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഇനി തമ്മിലടിക്കുന്നൊന്നും ഇല്ലെങ്കിലും പുറത്തേക്കൊന്നും പറയാതെ ഉള്ളിൽ വെച്ച് വലിയ സംഗതിയായിക്കൊണ്ട് നടക്കുന്ന ചില അല്പന്മാർ, അവരെ കാര്യമൊക്കെ ആലോചിച്ചാൽ വലിയ വിഷമമാണ്. സാധുക്കൾ, തറവാട്ടിനെന്ത് മഹിമയാണ് ഇസ്ലാമിലുള്ളത്, ഗോത്രത്തിനെന്ത് മഹിമയാണ് ഇസ്ലാമിലുള്ളത്. തറവാട്ട് മഹിമയും ഗോത്രമഹിമയും ഇസ്ലാമിനെ സംബന്ധിച്ചത് അന്യമാണ്. ഇസ്ലാം വന്നതോടുകൂടി അതെല്ലാം അസ്തമിച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഒരു ഗോത്രത്തിനെയും പ്രത്യേക പരിഗണന നൽകാതെ എല്ലാവരുടെയും ആ ഹജറുൽ അസ്വദ് വെച്ച ആ തുണിയിൽ പിടിച്ച് ഉയർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു നിയോഗം എന്നോണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ കല്ല് അവിടെ വെപ്പിക്കുന്നു. ആ കല്ലിൽ പ്രവാചകൻ സ്പർശിച്ചത് കൊണ്ട് അതിന് പവിത്രതയുണ്ടായിട്ടുണ്ട് എന്നൊക്കെ മഹാരഥന്മാർ മറ്റു പല ഇടങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് സംഭവം. ഇനി നമുക്ക് 5 വർഷത്തെ കാര്യം ഇനി പറയാനുള്ളത്, അതും ഒരുപാട് വിശദീകരിക്കാറുണ്ട്. ഞാനതിൽ പ്രധാനപ്പെട്ടത് ഇനി നുബുവത്തിൻ്റെ തുടക്കം, പ്രാരംഭം. നുബുവത്തിലേക്ക് റസൂൽ ഇങ്ങനെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നുബുവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ, അടയാളങ്ങൾ, തോന്നലുകൾ, ഊഹങ്ങൾ ഒക്കെ പ്രവാചകൻ ഇങ്ങനെ വരികയാണ്. അള്ളാഹു കൽബിലിട്ട് കൊടുക്കുകയാണ് തോന്നലുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹിയ് നേരിടാൻ പോവുകയാണ്. വഹിയുമായി ബന്ധപ്പെട്ട പല സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നാട്ടിലെ ഒരു യതീമായി വളർന്ന്, അതുപോലെ തീർത്തും ഒരു അനാഥത്വത്തിൽ വളർന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ലോകത്തിൻ്റെ മൂർധാവിലേക്ക് ഉയരുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വഹി അറിയിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ ഒരു 36, 37, 38, 39 വയസ്സാകുമ്പോഴോളൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല ലക്ഷണങ്ങളും കാണാമായിരുന്നു. റസൂൽ ഇങ്ങനെ മക്കയിലെ പ്രാന്തപ്രദേശത്തിലൂടെ നടക്കുമ്പോൾ, റസൂൽ തൻ്റെ വീട്ടിൽ നിന്ന് കഅബാലയത്തിനെങ്കിലേക്ക് പോകുമ്പോൾ, മക്കയിലൂടെ അപ്പുറവും ഇപ്പുറമൊക്കെ നടക്കുമ്പോൾ റസൂലിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് കല്ലുകളും അചേതന വസ്തുക്കളും സസ്യലതാദികളും മരങ്ങളും ഒക്കെ സലാം പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പ്രവാചകൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക. പ്രവാചകൻ തുടക്കത്തിൽ ഒരു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഇടവും വലവും മുന്നിലും പിന്നിലുമായിട്ട് ഇങ്ങനെ പല നിലക്കും പല ഇടങ്ങളിലും വെച്ച് റസൂലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കല്ല് സലാം പറയുക പ്രവാചകനോട്, മരങ്ങൾ സലാം പറയുക പ്രവാചകനോട്, മേഘം തണലിട്ട് കൊടുക്കുന്ന അവസ്ഥ, ഇങ്ങനെ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ തന്നെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വളരെ വ്യക്തമായി പറയുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. അൻ ജാബിർ ബിൻ സമുറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത, മക്കയിലുള്ളൊരു കല്ലിനെ ഞാൻ അറിയുമായിരുന്നു. കാന യുസല്ലിമു അലയ്യ, അത് എൻ്റെ മേൽ സലാം പറയുമായിരുന്നു. ഖബ്ല അൻ ഉബ്അസ ഇന്നി ലഅരിഫുൽ ആൻ, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത, മക്കയിലുള്ളൊരു കല്ലിനെ എനിക്കറിയാം. മക്കയിലുള്ളൊരു കാലിനെ എനിക്കറിയാമെന്ന് മദീന കാലഘട്ടത്തിൽ റസൂൽ പറയാണ് സ്വഹാബത്തിനോട്. ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത, മക്കയിലുള്ളൊരു കല്ലിനെ എനിക്കറിയാം. കാന യുസല്ലിമു അലയ്യ, അതെൻ്റെ മേൽ സലാം പറയുമായിരുന്നു. ഖബ്ല അൻ ഉബ്അസ, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്. ഇന്നി ലഅരിഫുൽ ആൻ, ഇസ്സമയത്തും ഇപ്പോഴും ഞാൻ ആ കല്ലിനെ ഇങ്ങനെ ഇവിടുന്ന് തന്നെ എനിക്കിങ്ങനെ അറിയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ കല്ല് എന്ന് റസൂൽ പറയുകയാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഹദീസ് നിഷേധിക്കാൻ കഴിയുമോ? കല്ലുകളും മരങ്ങളും ചെടികളും വൃക്ഷങ്ങളും പ്രവാചകനോട് സലാം പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ മൗലിദ് കിതാബിലൊക്കെ അതൊക്കെ ചൊല്ലി പറയുന്ന പാട്ടുകളൊക്കെ നമ്മൾ പാടുമ്പോൾ ഇതൊക്കെ കൂടി എങ്ങനെയാണ് നമ്മൾ പ്രവാചകന് നിരക്കാത്തതാണെന്നൊക്കെ വാദിക്കുന്ന വാദക്കാരുടെയൊക്കെ ഒരു ബുദ്ധിയുടെ വലുപ്പം വല്ലാത്ത സംഭവം തന്നെ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഹദീസ് എവിടെ കൊണ്ടുപോയി വയ്ക്കും? അള്ളാഹു നമുക്കൊക്കെ ഹിദായത്തും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. വൽവഹ്ശു വല്ലശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. വൽവഹ്ശു വല്ലശ്ജാറു ഖസ്സജദത് ലഹു, പിടിമൃഗങ്ങളും വൃക്ഷങ്ങളും പ്രവാചകനോട് സലാം പറയുമായിരുന്നു, സുജൂദ് ചെയ്യുമായിരുന്നു, പ്രവാചകൻ്റെ മുമ്പിൽ വഴങ്ങുമായിരുന്നു. വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി, പ്രവാചകനിൽ പ്രവാചകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സലാം പറയുമായിരുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഹദീസുകൾ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വഹി ഇങ്ങനെ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് പ്രവാചകൻ ഇങ്ങനെ ഒരു തോന്നലുകളും ഉണ്ടായിരുന്നു. പല വിവരങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ, തനിച്ചിരിക്കാൻ, കാലിയായി ഒരു ഭാഗത്ത് പോയി ഇരിക്കാനുള്ളൊരു തോന്നലിട്ട് കൊടുക്കുകയാണ്, മനസ്സിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒറ്റയ്ക്കിരിക്കണം, ഒഴിഞ്ഞു പോയിരിക്കണം, ആളുകളിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞു പോയിരിക്കണം എന്നൊരു തോന്നൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ ഹിറായിലേക്ക് കയറുന്നു.
ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറ 638 മീറ്റർ ജലനിരപ്പിൽ നിന്നും ഉയരമുള്ള ജബലുന്നൂർ പർവ്വതത്തിൻ്റെ ശിഖരത്തിലുള്ള ഗുഹക്കകത്ത് പ്രവാചകൻ പോയിരിക്കുകയാണ്. കുറേ ദിവസം അവിടെ ഇരിക്കും, പിന്നെ ഇറങ്ങി വരും, അങ്ങനെ വീണ്ടും പോകും, വീണ്ടും ഇറങ്ങി വരും, ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നീണ്ട ദിവസങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്, ഒരു മാസക്കാലമൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് ഭക്ഷണം പോകുമ്പോൾ കൊണ്ടുപോകും, അത് തീരുന്ന സമയം കണക്കാക്കിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഖദീജ ബീവി തൻ്റെ പ്രിയതമ, തൻ്റെ സഹധർമ്മിണി, തൻ്റെ പ്രിയതമൻ, തൻ്റെ ഭർത്താവ്, തൻ്റെ ഇഷ്ടത്തോഴൻ അവിടത്തേക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ഈ 638 മീറ്റർ ഉയരമുള്ള ജലനിരപ്പിൽ നിന്നും ഉയരമുള്ള പർവ്വതത്തിൻ്റെ ശിഖരത്തിലേക്ക് മധ്യവയസ്കയായ ആ ഉമ്മ 40 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. 25 വയസ്സാണ് അപ്പോൾ പ്രായം റസൂലിന്. റസൂൽ ഇപ്പോൾ 40 വയസ്സായിരിക്കുന്നു. 40 വയസ്സാകുന്ന സന്ദർഭത്തിൽ ആ ഗുഹക്കകത്തേക്ക് പോകുന്നത്. 40 വയസ്സാകുമ്പോൾ ഖദീജ ബീവിക്ക് വയസ്സെത്രയാ? 55 വയസ്സാ. 55 വയസ്സുള്ള ഒരു ഉമ്മ, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ഉമ്മ അതാ കടന്നു ചെല്ലുന്നു. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ചെല്ലും, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ഭക്ഷണം എത്രയാണ് കഴിക്കുകയാണെന്ന് ഖദീജ ബീവിക്ക് അറിയാം. ഞാൻ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം എത്ര ദിവസത്തിന് ഉണ്ടാകും എന്ന് ഖദീജ ബീവിക്ക് അറിയാം. ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയും ഇല്ലാത്ത ഒരു കാലം, സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലം, ഇൻ്റർനെറ്റും ടെലിഫോണും കണക്ഷനും ലാൻഡ് ഫോണും മൊബൈലും ഒന്നുമില്ലാത്ത ഒരു കാലം, വയർലെസ്സും റിമോട്ടും കൺട്രോളും ഒന്നുമില്ലാത്ത ഒരു കാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ള ഭക്ഷണം എത്രയാണ്, അത് എത്ര ദിവസം കഴിക്കാനുണ്ടാവും, പ്രവാചകൻ്റെ ഭക്ഷണ രീതിയൊക്കെ മനസ്സിലാക്കിയ തൻ്റെ പ്രേയസി, തൻ്റെ ഭാര്യ, സഹധർമ്മിണി അവിടെ നിന്ന് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കൊണ്ട് പോകും. മല കയറും. ഇന്നിപ്പോൾ ജബൽനൂറിലേക്ക് പോകുമ്പോൾ ഒരു കന്നാസ് വെള്ളം കൊണ്ട് ആൾക്കാർ കയറും. വെള്ളം കുടിച്ച് തീർത്താലും അവിടെ എത്തുമ്പോഴേക്ക് വെള്ളം തീർന്നുണ്ടാവും. വലിയ പാടുപെട്ടാണ്, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പണിപെട്ടാണ് അങ്ങോട്ട് കയറുക. ഈ രീതിയിൽ ഉള്ള പർവ്വതത്തിലേക്ക് ഖദീജ ബീവി പോയിരുന്നു. അവിടെ ചെന്നാലുള്ള അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധ്യാനത്തിലായിരിക്കും, ഇബാദത്തിലായിരിക്കും, അള്ളാഹുവിനോടുള്ള കണക്റ്റുമായി ബന്ധപ്പെട്ട് ഇരിക്കുമായിരിക്കും. ഭക്ഷണപ്പൊതി അവിടെ വെച്ചിട്ട് ഖദീജ ബീവി ഇങ്ങോട്ട് പോരും. അങ്ങനെ ഹിറാ ഗുഹയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അതാ ഞാൻ ചുരുക്കുന്നു, മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്നു. റസൂൽ അവിടെ കഴിയുന്നു. റമദാൻ മാസത്തിൽ ആ ഒരു ഇരുത്തം ഇരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് സ്തംഭിക്കുന്നു. ജിബ്രീലിനെ നേരിടുന്നു, കാണുന്നു. എന്നിട്ട് ഇഖ്റ എന്ന് നീ വായിക്കുക എന്ന് പറയുന്നു. ഇഖ്റ യാ മുഹമ്മദ്, നീ വായിക്കുക എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാനബി ഖാരി, ഞാൻ ഓത്തുകാരനല്ല, ഞാൻ ഓതി പഠിച്ചിട്ടില്ല, ഞാൻ ഓത്തുകാരനല്ല. വീണ്ടും പറഞ്ഞു ഇഖ്റ. ഈ സമയത്തൊക്കെ കൂട്ടിപ്പിടിച്ചു. ശരീരത്തിന് വല്ലാത്ത വേദനയും പ്രയാസവും ഉണ്ടായിട്ടുണ്ട്. 3 പ്രാവശ്യം അങ്ങനെ ജിബ്രീൽ കൂട്ടിപ്പിടിക്കുകയും മാനബി ഖാരി എന്ന് തിരിച്ചു മറുപടി പറയുകയും ചെയ്തു. അവസാനം അള്ളാഹുവിൻ്റെ അജയ്യമായ ശക്തിയും കുദ്റത്തും പ്രവാചകനിക്കുള്ള അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, അത് അധ്വാനിച്ച് കിട്ടുന്നതല്ല, അള്ളാഹു തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതാ. ആ കൊടുക്കുന്നത് നേരത്തെ തിരഞ്ഞെടുത്ത് കൊടുത്തയച്ച് പറഞ്ഞയച്ച് പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് കടന്നു വന്ന ഈ പ്രവാചകൻ ഭൂമിയിലേക്ക് വന്ന് 40ാമത്തെ വയസ്സായപ്പോൾ ഈ നുബുവത്ത് പ്രത്യക്ഷത്തിൽ നൽകപ്പെടുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങുന്ന ഖുർആനിൻ്റെ വചനം ഓതിക്കൊടുത്തു. ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മളെല്ലാവരും പലപ്പോഴും കേൾക്കുന്നതാണ്. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം പേടിയോടെ ബേജാറോടെ പനി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ അല്പം പ്രയാസത്തോടുകൂടി മനോവിഷമത്തോടുകൂടി വീടിൻ്റെ ഉമ്മറത്ത് ചെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സാന്ത്വനത്തോടുകൂടി സമാധാനത്തോടുകൂടി തൻ്റെ പ്രിയതമനെ സ്വീകരിച്ച്
അകത്തേക്ക് കൊണ്ടുപോയി. റസൂലുള്ള പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടണേ ഖദീജ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. തങ്ങൾ ഖദീജ ബിയോട് പറയുന്നു. ഖദീജ ബി പുതപ്പിട്ട് മൂടി കിടത്തുന്നു. അല്പം ഒരു ശാന്തതയ്ക്ക് ശേഷം കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായ സംഗതികളെല്ലാം പറയുന്നു. ജിബ്രീൽ വന്നതും ഖുർആൻ ഓതി കൊടുത്തതും കൂട്ടിപ്പിടിച്ചതും പേടിച്ചതും അങ്ങനെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴൊക്കെയും ഖദീജ ബി പറഞ്ഞ മറുപടിയുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة والفضيلة والدرجة الرفيعة. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബി റളിയല്ലാഹു തആല സ്വീകരിക്കുന്ന രീതിയാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഇന്ത്യൻ സമയം ബാങ്ക് വിളിച്ചിട്ടുണ്ട്. മഗ്‌രിബ് ബാങ്ക് വിളിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും എൻ്റെ നേരത്തെ തുടങ്ങാനും അല്പം വൈകി. അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് ആ ഒരു ഭാഗം ബാക്കിയായത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി സ്വീകരിച്ച രീതി, ഒരു ഭർത്താവ് വിഷമിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ സാന്ത്വനപ്പെടുത്തണമെന്നൊരു അധ്യാപനം മാത്രമല്ല, അവിടെ നിങ്ങോട്ടുള്ള സംഭാഷണത്തിൽ കഥകളെല്ലാം പറയുന്നു, ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നു. ഹിറായിലുണ്ടായപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെയും തൻ്റെ പ്രിയതമയോട് പറഞ്ഞു കൊടുക്കുന്നു. സ്നേഹനിധിയായ ഭർത്താവിൻ്റെ സകല കഥകളും കേട്ട് എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ അത്ഭുത സംഭവങ്ങളാണല്ലോ ഈ കണ്ടത്. ഇതെല്ലാം കേട്ട് തിരിച്ച് പറയുന്നൊരു മറുപടിയുണ്ട്. കല്ലാ വല്ലാഹി ലാ യുഹ്സിക അല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖരിൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിരിച്ച് ഖദീജ ബി പറയുകയാണ്, ഒരിക്കലും അങ്ങ് ആശങ്കപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. കല്ലാ വല്ലാഹി ലാ യുഹ്സിക അല്ലാഹു അബദ, അല്ലാഹു ഒരു കാലത്തും അങ്ങ് കൈവടിയുകയില്ല. ഇന്നക ലതസിലുർ റഹ്മ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതക്സിബുൽ മഅദൂമ,
ഇല്ലാത്തവർക്ക് ഭക്ഷണം വസ്ത്രം ധരിപ്പിക്കുന്നവനാണ്. വതഖരിൽ ലൈഫ അതിഥികളെ ആദരിക്കുന്നവനാണ്. അതുപോലെ വതക്സിബുൽ ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വിഷമിക്കുന്നവരുടെ വിഷമങ്ങളെ ഏറ്റെടുക്കുന്നവനാണ്. അതിലെല്ലാം പുറമെ തുഈൻ വലാ നവായിബിൽ ഹഖ് ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് അങ്ങൾ. അതുകൊണ്ടൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്കും ഒരു കാലത്തും ഒന്നും പേടിക്കേണ്ടതില്ല. നമ്മുടെ കയ്യിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടായാൽ മതി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബി പറഞ്ഞ് സമാധാനപ്പെടുത്തിയത്. അങ്ങിവിടെ 40 കൊല്ലം ഈ നാട്ടിൽ ജീവിച്ചതെങ്ങനെയാ, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി. ഒരാൾക്കൊരു വിഷമം പറഞ്ഞു നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അയാളുടെ പോസിറ്റീവായ അവസ്ഥകളെ മനസ്സിലാക്കി അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, പിന്നെ എന്തുകൊണ്ട് പേടിക്കണം എന്നാണ് ഭർത്താവിനോട് ഭാര്യ പറയേണ്ടത്. ഭാര്യയ്ക്ക് വിഷമമുണ്ടാകുമ്പോൾ ഭർത്താവും അങ്ങനെ തന്നെ പറയേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ജീവിതക്രമം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലിനെ സ്വീകരിക്കുന്നു. ഇവിടെ ഞാനിത് പറയാൻ വേണ്ടി ബാങ്ക് വിളിക്കുന്നത് വരെയും കാത്തു നിന്നതും പറഞ്ഞതും എന്തിനാ അറിയാം, നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം ഇവിടെ കിടക്കുന്നു. 40 വയസ്സുവരെ മുഹമ്മദ് റസൂലുള്ളാഹി മക്കയിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഈ 4 തുണ്ട് വാക്കുകളിൽ ഒതുങ്ങി കിടക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ടുവന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വർഷം മക്കയിൽ എങ്ങനെ ജീവിച്ചു, നബുവത്തിന് മുമ്പുള്ള പ്രവാചകൻ എങ്ങനെയാണ് എന്ന ഒരു ചെറിയ ഒരു ഓട്ട പ്രദക്ഷിണം മാത്രമാണ് ഞാൻ നടത്തിയത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി തൊട്ടടുത്ത നമ്മുടെ വിഷയങ്ങൾ വഴിയെ നമ്മൾ സംസാരിക്കും. ഇൻഷാ അല്ലാഹ് ഇനി മറ്റന്നാൾ അഥവാ 25-ാം തീയതി മറ്റു നമ്മുടെ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് ക്രമപ്രകാരമുള്ള നമ്മുടെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, കബൂൽ ചെയ്യട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇത് കഴിഞ്ഞാലും കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവരോടും എല്ലാവരും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അപാകതകൾ, തെറ്റുകൾ, അതുപോലെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾ ഉണ്ടാവാം, അതുപോലെ പണ്ഡിതന്മാരുണ്ടാവാം. ആർക്കും പേഴ്സണലോ ഈ പരസ്യമായി ഗ്രൂപ്പ് നമ്മളെ പേജിലോ വന്ന് സംസാരിക്കാം. അതിനൊന്നും തടസ്സമില്ലെന്ന് കൂടി വളരെ വ്യക്തമായ ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വർഷം ജീവിച്ച ആ ജീവിതത്തിൻ്റെ ക്രമമാണ് നമ്മളിവിടെ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള ദഅവത്തിൻ്റെ പ്രയാണം, അതൊക്കെ രഹസ്യമായത്, പിന്നെ പരസ്യമായത്, അങ്ങോട്ടുള്ള നീക്കം, അതൊക്കെയും ചരിത്രത്തിൽ തങ്കലികളാൽ എഴുതി വെക്കപ്പെട്ടുണ്ട്. ഇവിടെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം തൊട്ട് പിറകെ ഇതെന്താണെന്നറിയാൻ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന അക്കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന പുരോഹിതൻ്റെ അടുക്കലേക്ക് ഖദീജ ബി റസൂലിനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന രംഗമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇത് പ്രവാചകനാണെന്നും അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ഹിജ്റയും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്ന ഒട്ടനവധി കഥകൾ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് നേരത്തെ പുരോഹിതന്മാർക്കും വിശ്വഘരന്മാർക്കും അതുപോലെ പഴയകാല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ പലർക്കും അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ.